ഇങ്ങനെ തിരിഞ്ഞുപോയി, നാക്കൊക്കെ പുറത്ത് വന്നു, ഒന്നും രണ്ടൊക്കെ അവിടെ തന്നെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയല്ല ഇവള് വന്ന് അലറി വിളിച്ചു, എൻ്റെ ചേട്ടായേ എന്ന് പറഞ്ഞ് അലറി വിളിച്ചപ്പോൾ അവളും ബോധം കെട്ട് വീണു. ഭാര്യയുടെ ചേച്ചിമാർ രണ്ടുപേരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാറുണ്ട്. അങ്ങനെ അവർ 3-4 പ്രാവശ്യം ഇവിടെ ഉടമ്പടി എടുത്തു. അപ്പോൾ ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ തുറന്നു നോക്കി, ഇവർ അവിടെ പോയിട്ട് എന്ത് കാര്യസാധ്യം നേടാനാ എന്താണെന്നറിയാൻ കണക്കാക്കി നോക്കിയപ്പോൾ അച്ഛൻ പറയുകയാണ് 6 കൽഭരണികൾ നിറയ്ക്കണ ട്രിക്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എനിക്ക് 6 അല്ല 100 ഉണ്ട്, ഇപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആ മൊബൈൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെച്ചപ്പോൾ എന്താ സംഭവിച്ചു, പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ 2 അടഞ്ഞുപോയി. ഞാനങ്ങനെ ഉറക്കത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോ അങ്ങനെ മരുഭൂമി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോയി കൊണ്ട് എന്നെ ഇങ്ങനെ പെറോട്ട് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് എന്നെ ഒരു ചിരി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നോട് ഈശോ പറയുകയാണ് കൃപാസനത്തിൽ പോകാനാണ് എന്ന്. ഞാനപ്പോൾ തന്നെ പിന്നെ മൊബൈൽ തുറന്നു നോക്കിയപ്പോൾ അച്ഛൻ അതേ ടോക്ക് തന്നെ പറയുകയാണ് 6 കൽഭരണികൾ നിറച്ച കഥ. അങ്ങനെ അത് കേട്ടു. അത് കഴിഞ്ഞു, അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എടീ നമുക്കും കൂടി പോകാം, കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം, അപ്പം നമുക്കും എന്തെങ്കിലും തരാനായിട്ട് ഈശോ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഏപ്രിൽ 10-ാം തീയതിയാണ് ഇത് സംഭവിച്ചത്. ഏപ്രിൽ 16-ാം തീയതി 2024 അന്ന് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൊച്ചുമടക്കം ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വീട്ടിൽ പോയി അങ്ങനെ 3 മാസം തികയാറാവും ആഗസ്റ്റ് മാസം 29-ാം തീയതി. അപ്പോൾ 29-ാം തീയതി രാവിലെ 5:30 എനിക്ക് ഞാൻ എൻ്റെ കൃപാസന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി അത് കഴിഞ്ഞ് പള്ളിയിൽ പോയി കുർബാന സ്വീകരിച്ച് അത് വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് എൻ്റെ കൃഷിസ്ഥലങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ വീടിന് ഒത്തിരി ഒരു 8 കിലോമീറ്റർ ദൂരെയായിരുന്നു മുന്നുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ. ഇപ്പം ഞങ്ങൾ സിറ്റിയിൽ തന്നെയാണ്. അന്ന് അവിടെ അള്ളിയാണ്. അവിടേക്ക് പോകാനായിട്ട് എൻ്റെ കൂട്ടുകാരനെ കാണാനായിട്ട് ഞാൻ അവിടെ പോയി. അവിടെ ചെന്നിരിക്കെ എന്നോട് ഒരാൾ പിറകെ ഇരുന്നിട്ട് പറയുകയാണ്, വഴി കിടന്ന ആൾക്കാർ മരിക്കണു, നീ വീട്ടിൽ പോ എന്ന്. ഒരു പ്രാവശ്യം പറഞ്ഞു. അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല. പിന്നെയും കൂട്ടുകാരനോട് തമാശ പറഞ്ഞുകൊണ്ടിരുന്നു. 2-ാം പ്രാവശ്യവും പറഞ്ഞു, വഴി കിടന്ന ആൾക്കാർ മരിക്കണു, നീ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഞാൻ പിറകോട്ടും മുന്നോട്ടൊക്കെ നോക്കി, ഇതെന്താ ഈശോ എന്നെ കാണിച്ചു തരണേ എന്ന് ഞാൻ പിന്നെയും നോക്കി. അപ്പോഴും ഒന്നും കാണുന്നില്ല. പിന്നെ ഞാൻ തമാശയ്ക്ക് ഇങ്ങനെ അവനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെ പിന്നെ പറഞ്ഞു. അപ്പോഴേക്കും എനിക്കൊരു ചെറിയ പരവശം പോലെ ഉള്ളി കിടന്ന് തോന്നി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എന്നോടാണ് പറയുന്നത്. അപ്പോൾ തന്നെ 3-ാം പ്രാവശ്യവും വഴി കിടന്ന ആൾക്കാർ മരിക്കണു, വീട്ടിൽ പോകുന്നു. ഞാൻ എന്നിട്ട് അവിടുന്ന് വെള്ളം കഴിച്ചു. അപ്പോൾ തന്നെ ഇറങ്ങി പുറപ്പെട്ടു. അപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരെ ഓടി വന്നിട്ട് പറഞ്ഞു, ഇല്ല നിനക്ക് എന്തോ അസുഖക്കുറവുണ്ട്, നീ വീട്ടിൽ പോകരുത്, നിന്നെ ഞാൻ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു പരോക്ഷമുള്ളൂ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈക്കെടുത്തു. ബൈക്കിൽ 8 കിലോമീറ്റർ പോരണം, അള്ളിക്കട പോരണം, കാട് വഴിയാണ്. 8 കിലോമീറ്റർ വന്ന് വീട്ടിൽ വന്നിരുന്ന് തുണികളൊക്കെ മാറി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം താടി, എനിക്ക് എന്തോ പരോക്ഷം പോലെയെന്ന്. എന്നിട്ട് വെള്ളം കഴിച്ചു. അവൾ വെള്ളം എടുക്കാനായിട്ട് അകത്തേക്ക് പോയി. അപ്പോൾ എൻ്റെ വീട് ചെറുതാണ്, വീടിൻ്റെ വരന്തതിൽ ഇങ്ങനെ ഞാൻ അവിടെ ഇരുന്നു കഴിഞ്ഞപ്പോൾ തോന്നി കിടക്കാമെന്ന്. അവിടെ കിടന്നു. അത്രമാത്രമേ എനിക്കറിയുള്ളൂ, വേറെ ഒരു കാര്യം എനിക്കറിയില്ല. ഉടൻ തന്നെ ഇവൾ വന്ന് വെള്ളം കൊണ്ടുവന്ന സമയത്ത് ഞാൻ മരയിച്ച് കിടക്കാണ്. എനിക്ക് ബോധമൊന്നുമില്ല, ഒന്നുമില്ല. എൻ്റെ കഴുത്തൊക്കെ ഇങ്ങനെ തിരിഞ്ഞുപോയി, നാക്കൊക്കെ പുറത്ത് വന്നു, 1-2 അവിടെ തന്നെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയല്ല ഇവൾ വന്ന് അലറി വിളിച്ചു, എൻ്റെ ചേട്ടായേ എന്ന് പറഞ്ഞ് അലറി വിളിച്ചപ്പോൾ അവളും ബോധം കെട്ട് വീണു. ഉടൻ തന്നെ അവിടെ അരിയച്ചത്ത് എൻ്റെ വീടിൻ്റെ മുൻവശത്ത് തന്നെ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇഷ്ടിയായിട്ട് ഉണ്ടാക്കാനായിട്ട്. അവരവിടെ ആൾക്കാർ പണിക്കാരുണ്ടായി. അവരൊക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ കിടക്കാണ്. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു, ഇല്ല ഇത് എന്തോ അസ്മരമാണ്, അസ്മരം ആയതുകൊണ്ട് ഇവന് ഇരുമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കാം, തൊടിച്ച് കഴിഞ്ഞാൽ മാറുമെന്ന് പറഞ്ഞ് ചിലവർ തുടങ്ങി. അപ്പോഴേക്ക് അയൽക്കത്ത് ഒരു നർസ് ഉണ്ടായിരുന്നു. അവൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഇല്ല ഇത് അറ്റാക്കായതാണ്, ആൾ പോയിന്ന് തോന്നണേ, ആൾക്ക് ഒരു രക്ഷയില്ല, ഒരു കാരണത്താൽ രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അവർ ഓടി വന്ന് 2 ബൈക്കും കൊണ്ടുവന്ന് ആൾക്കാർ വേഗം വന്ന് എന്നെ എടുത്തുകൊണ്ട് അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് എൻ്റെ വീടിൻ്റെ 1 കിലോമീറ്റർ ദൂരെ. അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല ഇവൻ പോയി, ഇവന് ഒന്നും രക്ഷയൊന്നുമില്ല, ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ, ഇവനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂട്ടുകാരന്മാർ 2 കൊണ്ടുപോയവർ പറഞ്ഞു, ഇല്ല ഒരു കാരണവശാലും ഇവൻ മരിക്കുകയില്ല, ഇവൻ അങ്ങനത്തെ വ്യക്തിയല്ല, അത് എത്ര പൈസ വേണമെങ്കിലും ഞാൻ തന്നോളാം, നിങ്ങൾ ഞങ്ങളുടെ ഈ ആളെ മാത്രം രക്ഷപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്നാൽ നിങ്ങൾ കൊണ്ടുപോകലാൻ പറഞ്ഞു. അവർ അവിടെ നിന്ന് വേറെ വണ്ടി വിളിച്ച് ശിവമോഗ എന്ന് പറയുന്ന ലൈഫ് കെയർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി.
അവിടെ ഇതിന് ആർട്ടിന് സംബന്ധമായ ആശുപത്രിയാണ്. അവിടെയാണ് നമ്മുടെ എണ്ണാൽപ്പത്തുനിന്ന് കൂടുതൽ ആൾക്കാർ പോകുന്ന സ്ഥലം. അവിടെ ചെന്നു അവർ ചെക്കപ്പ് ചെയ്തിട്ടും പറഞ്ഞു ഇത് ഒരു കാരണവശാലും കിട്ടുവാനായിട്ട് ഒരു വഴിയുമില്ല, ഇവൻ്റെ ജീവൻ കിട്ടാനായിട്ട് ഒരു വഴിയില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, എത്ര പൈസ ആയാലും കുഴപ്പമില്ല, നിങ്ങൾ തന്നെ ചികിത്സിച്ചാൽ മതി, അതുകൊണ്ട് എൻ്റെ ചേട്ടൻ രക്ഷപ്പെടും, നിങ്ങൾ ചികിത്സിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ് നിർബന്ധങ്ങളാൽ ഒരു 35,000 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ ചെയ്തു. ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു 3 മണിക്കൂർ സമയമുണ്ട് ഇഞ്ചക്ഷത്തിന്, അതിനുള്ളിലെങ്ങാനും ശരീരത്തിൽ ചൂട് കൂടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ 3 മണിക്കൂർ കഴിഞ്ഞു, ശരീരത്തിൽ ചൂട് കൂടണില്ല. അപ്പോൾ ഇവർ ചെന്ന് ഒച്ചയെടുത്തു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യ്, ഇല്ലെങ്കിൽ പിന്നെ ആളെ വേറെ എന്തെങ്കിലും വഴി നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എന്നാൽ എൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്നും പറഞ്ഞ് എൻജിയോപ്ലാസ്റ്റി ചെയ്ത് കൊണ്ടുപോയി. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് 100% തീർന്നതായിരുന്നു. 3 ബ്ലോക്കും എൻജിയോപ്ലാസ്റ്റി ചെയ്തു. അതിനുശേഷം അവർ തിരിച്ചു കൊണ്ടുവന്ന് ICUയിൽ ഇട്ടു. അവിടെ ഒരനക്കവുമില്ല, അതേ കണ്ടീഷനിൽ അങ്ങനെയൊക്കെ തന്നെ 3 ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം രാത്രി, എനിക്ക് തോന്നുന്നു രാത്രിയാണ്, അവർ പറഞ്ഞതനുസരിച്ച് രാത്രിയാണ്. അപ്പോൾ ഈശോ ഒരു കാട്ടുമൃഗം, കറുത്ത ഒരു മൃഗം ഇങ്ങനെ വന്നിട്ട് എന്നെ കയറ്റിയിരുത്തിയിട്ട് പറയാണ്, നീ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുക, അങ്ങനെ ഒരു സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം എന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വലിയ അരമന കാണിക്കുകയാണ്. അവിടെ സ്വർണ്ണങ്ങൾ, മുത്തുരത്നങ്ങൾ ഇങ്ങനെ നിറച്ചിങ്ങനെ കിടക്കണം. അതൊക്കെ കാണിച്ചു തന്നു. രാജാവിനെ കാണിച്ചു തന്നു, റാണിയെ കാണിച്ചു തന്നു. റാണിയെ കാണിച്ചിട്ട് രാജാവിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, നീ ഒരു പണി ചെയ്യേ, ഈ കൊട്ടാരത്തിൽ നീ ഇവിടെ ജീവിക്കുക, ഈ റാണി നിനക്കാണ്. അപ്പോൾ രാജാവ് പറയുകയാണ്, അത് എൻ്റെ പെങ്ങളാണ്, നീ ഇവിടെ ജീവിച്ചോ, നിനക്ക് സുഖകരമായിട്ട് ജീവിക്കാം എന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കാലേക്ക് ഈശോ അങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ആ മൃഗത്തിൻ്റെ കൊമ്പെ പിടിച്ചിട്ട് ഒറ്റ ഒടിക്കൽ. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോൻ്റെ മൃഗത്തിൻ്റെ കൊമ്പ് ഒടിച്ചതേ ഈശോ അങ്ങനെ വന്നിട്ട് പോവാണ്, ഇവൻ എൻ്റെ മകനാണ്, നീ ഇനി മുതൽ വിശുദ്ധിയിൽ ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഈശോ അങ്ങനെ പറന്ന് മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയേ എന്നും പറഞ്ഞ് ഞാൻ ഉറക്കനെ വിളിച്ചു, എനിക്കറിയില്ല. അപ്പോൾ ഉറക്കനെ വിളിച്ച സമയത്ത് എൻ്റെ കാലയിൽ കെട്ടിയിട്ടായിരുന്ന മരയിച്ച് കിടന്ന് എല്ലാ ബന്ധുസ്ഥിയൊക്കെ ആക്കിയിട്ടേക്കായിരുന്നു. അവിടെ നിന്ന് എടുത്ത് ചാടി എൻ്റെ കാലിൽ കെട്ടിയിരുന്നത് വള്ളികളൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് എൻ്റെ കയ്യിലുണ്ടായത് ഇതൊക്കെ എടുത്ത് കാട്ടിക്കളഞ്ഞ് പുറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്ക് ഡോക്ടർമാരോടി വന്നു, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇവന് ഒരു കാരണവശാലും ജീവിക്കാൻ വഴിയില്ല എന്ന്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ നിമിഷം മുതൽ ഞാൻ അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ഓടർന്ന് തുടങ്ങി, എല്ലാ പൾസുകൾ അടിക്കാൻ തുടങ്ങി. അങ്ങനെ 6 ദിവസം അവിടെ കിടന്ന് 6-ാം ദിവസം ഞാൻ ഡിസ്ചാർജായി. ഡോക്ടർ 97% അവൻ പോയി എന്നാണ് റിപ്പോർട്ട് പറഞ്ഞത്. 3% മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല, ഇവനൊരു കാരണത്താലും കിട്ടില്ല. ഇവിടെ ഞങ്ങൾക്ക് പറ്റാത്തതാണ്, നിങ്ങളുടെ നിർബന്ധം കൊണ്ട് ചെയ്യാമെന്നും പറഞ്ഞാണ് ഈ 35,000 രൂപയുടെ ഇഞ്ചക്ഷൻ ചെയ്തത്. അതിനുശേഷമാണ് അവിടുന്ന് ഈ 3-ാം ദിവസം ഈശോ വന്ന് എന്നെ തൊട്ടതിന് ശേഷമാണ് എനിക്ക് ജീവിതം തിരിച്ച് കിട്ടിയത്. പിന്നെ 2-ാം സാക്ഷ്യം, എനിക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. 6 വർഷമായിട്ട് കിഡ്നി സ്റ്റോണായിരുന്നു. ഏതെല്ലാം മരുന്നുകൾ കഴിച്ചാലും കൂടുന്നതല്ലാതെ കുറയുന്ന ഒരു ലക്ഷണമില്ല. പിന്നെ ഞാൻ സ്വന്തം പച്ചമരുന്നുണ്ടാക്കി കഴിക്കാൻ തുടങ്ങി, അതുകൊണ്ട് കിഡ്നി സ്റ്റോൺ പോയി. അത് കഴിഞ്ഞപ്പോൾ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇൻസ്പെക്ഷൻ, ഒരു കാരണത്താലും മാറുന്നില്ല. ഒരു കുർബാന പൂർത്തീകരിച്ച് കാണുവാൻ എന്നോട് സാധിക്കില്ല. അപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, എന്നിട്ട് അതിന് മാറിയിട്ടുണ്ടായില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഒരു നിയോഗമായിട്ട് അത് എഴുതി, എൻ്റെ ഈ കിഡ്നി സ്റ്റോണിൻ്റെ ഇൻസ്പെക്ഷൻ ഒന്ന് മാറ്റി തരണേ അമ്മേ എന്നും പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് അന്നും അതിൽ ആ ഒരു ഇത് മാറി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെ 2 സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പ്രത്യേകിച്ച് പുണ്യകാര്യങ്ങളെന്ന് പറയുന്നത്, അവിടെ ഒരു സിസ്റ്റർമാർ നടത്തുന്ന അനാഥ മക്കൾ, അംഗവീക്ക മക്കൾ 35 പേരുണ്ട്. അവരെ സഹായിക്കുകയും അവരിൽ ഒരു പങ്കാകുകയും ചെയ്യും. പിന്നെ പാവങ്ങൾ വഴിയിൽ കാണുമ്പോൾ അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കുഞ്ഞുമക്കളുടെ അടുത്ത് പോയി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ ഉമ്മ വെച്ച് സ്നേഹിക്കുകയും ഞാൻ ചെയ്യും. അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഞായറാഴ്ച പള്ളികളിലൊക്കെ പോകും. പിന്നെ ദിവസങ്ങളെങ്കിലും അങ്ങനെയൊന്നും പോകാറുണ്ടായില്ല. പിന്നെ ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം ദിവസവും ഞായറാഴ്ച പള്ളിയിൽ പോകും. ആവുന്ന 90% ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോവുകയും ആന്തരികമായിട്ട് എന്നെ ചോർത്തുകയും ധ്യാനത്തിൽ പങ്കെടുക്കുകയും, അവിടെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു മരിയ ഉടമ്പടി ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ ഞാൻ വിക്കിപ്പിളും മാസാന്തോറും പോവുകയും
അങ്ങനെ അവർക്ക് പറ്റുന്നതായ സഹായങ്ങൾ, അവിടെ ധ്യാനത്തിന് വരുന്നവർക്ക് പറ്റുന്നതായ എൻ്റെ കയ്യിലായ സഹായങ്ങളും അവർക്ക് ചെയ്യും. പിന്നെ ഞാൻ ദിവസവും ബൈബിൾ വായിക്കും അരമണിക്കൂർ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു 10 നിമിഷം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ കൂട്ടുകാരന്മാർ, അതുള്ള രോഗികളെ കിടക്കുന്നവർ, അയൽക്കാർക്ക് വേണ്ടി. എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നന്മ എന്ന് പറയുന്നത് എൻ്റെ അയൽക്കത്താരെ എനിക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്കും എനിക്ക് ദേഷ്യമായിരുന്നു. കാരണം അവർ നമ്മുടെ ചെറുപ്പത്തിൽ നിന്ന് മുതൽ അങ്ങനെ ഒത്തിരി വേദന അനുഭവിച്ച് വന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ തന്നെ പറഞ്ഞു, പാസ്റ്റർ 1000 കൽഭരണികളുണ്ട് എനിക്ക് പറയാനുണ്ടെന്ന്. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ അയൽക്കാരക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അവർ എന്ത് ചെയ്താലും എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഇപ്പോൾ അവരോട് എല്ലാവരോടും സ്നേഹിക്കുകയും അവരുടെ കൂടെ പോയി അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി അവരുടെ എല്ലാ ആവശ്യങ്ങളും എൻ്റെ കയ്യിലാകുന്ന രീതി സഹായിക്കുകയും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ഒരു കുഞ്ഞാട് സിയോൻ മലയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേരും അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല, അവർ നിഷ്കളങ്കരാണ്. വർഗീസ് എന്ന ഈ മകൻ തൻ്റെ പുനർജീവിതം ഇവിടെ നമ്മോട് പങ്കുവെച്ചു. നാം അത് സശ്രദ്ധം കേൾക്കുകയായിരുന്നു. എങ്ങനെയാണ് തനിക്ക് ഉടമ്പടി എടുക്കാൻ സാഹചര്യമുണ്ടായത്, എങ്ങനെ അവിടെയും ഈശോ എങ്ങനെ ഈ മകനെ ഈശോ ഒരു ദർശനം കൊടുക്കുകയാണ്. ആ ദർശനത്തിൽ ഈ മകൻ വീണ്ടും ആ ദർശനത്തിലൂടെ ഈശോ തന്നോട് ഒരു പുഞ്ചിരി ഈശോ സമ്മാനിച്ചു. ആ പുഞ്ചിരിയിൽ ഇദ്ദേഹത്തിന് മനസ്സിലായി താൻ ഇങ്ങോട്ട് വരണമെന്ന്. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ജോലിസ്ഥലത്തായിരിക്കുമ്പോൾ ചെവിയിൽ താനൊരു സ്വരം കേൾക്കുന്നു, മനുഷ്യർ വഴിയിൽ കിടന്ന് മരിക്കും, നീ വേഗം വീട്ടിൽ പോവുക. 1 അല്ല 3 പ്രാവശ്യം. അപ്പോഴാണ് ജോലി സ്ഥലത്ത് നിന്ന് ഈ മകൻ വീട്ടിലേക്ക് എത്തുന്നതും പിന്നീട് നടന്ന കാര്യങ്ങൾ ഓരോന്നും നാം കേട്ടു. അതായത് 97% ജീവൻ പോയി. 3% മാത്രമാണ് തൻ്റെ ശരീരത്തിൽ അല്പം ചൂടുള്ളത്. തനിക്ക് ബോധമില്ല. അങ്ങനെ കിടന്ന ദിവസങ്ങൾ ഒരാഴ്ചയോളം അങ്ങനെ കിടന്നു എന്നാണ് നാം കേട്ടത്. 35,000 രൂപയുടെ ഇഞ്ചക്ഷൻ അതെടുത്തിട്ട് പോലും 3 ദിവസം ഒരേ കിടക്കുന്ന ബോധമില്ലാതെ കിടക്കുന്ന മകൻ. 100% ബ്ലോക്ക്, 3 ബ്ലോക്കാണുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ മകൻ തന്നെ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു മൃഗത്തിൻ്റെ കാര്യവും അത് അങ്ങനെ ബൈബിൾ നമ്മോട് പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ മകൻ പിന്നീട് തൻ്റെ സ്വപ്നത്തിൽ കാണുന്നത്. അങ്ങനെ ഈശോ തൻ്റെ അടുത്തേക്ക് വരുന്നതും പിന്നീട് ഈ മകൻ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. താൻ അതായത് വീട്ടിൽ വീണ ആ നിമിഷം തന്നെ തൻ്റെ വൈഫ് കൊണ്ടുവന്ന് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ മകളും ബോധം കെട്ടു എന്നാണ് നാം അറിഞ്ഞത്. അതായത് തൻ്റെ ഹസ്ബൻഡിൻ്റെ സീരിയസ്നെസ് അത്രമാത്രം ആയിരുന്നു എന്നാണ് അപ്പം നാം മനസ്സിലാക്കുക. അങ്ങനെ ഇന്ന് ഇവിടെ ജീവനോടെ ഈ മകൻ വന്ന് നിൽക്കുമ്പോൾ തനിക്ക് ഇനി ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവില്ല. ഹോസ്പിറ്റലുകളൊന്നും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരവസ്ഥയിൽ ഡോക്ടേഴ്സ് പിന്നെ എന്താ പറഞ്ഞത്? ഇവൻ എന്തോ മെറിക്കൽ നടന്നിട്ടുണ്ട്, അല്ലാതെ ഇവൻ ഒരിക്കലും ഇവിടെ രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല എന്ന്. അതിന് സാക്ഷിയായിട്ട് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ മകളാണ് ഓപ്പറേഷൻ തിയേറ്ററിലുണ്ടായത്. അപ്പോൾ അവൾ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞു, ചേട്ടായി ഒരു കാരണവശാലും വർഗീസേട്ടൻ ജീവിക്കില്ല, 90% പോയി കഴിഞ്ഞു, ഇതുവരെ ഒരു സംഭവം പുള്ളിയുടെ ശരീരത്തിൽ നിന്ന് പ്രതികരിക്കുന്നില്ല, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 3-ാം ദിവസം ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി, ഡോക്ടർമാരൊക്കെ കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞു, ഇത് മെഡിക്കലല്ലാതെ വേറെ ഒന്നുമല്ല എന്ന്. അവിടെയുള്ളവരെല്ലാം ഹിന്ദുക്കൾ ഡോക്ടർമാരാണ്, ഒരു കാരണവശാലും നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉൾപ്പെട്ടവരല്ല. എങ്കിലും അവരെല്ലാം തീരുമാനിച്ച് പറഞ്ഞു, ഇതൊരു മെഡിക്കലാണ്, ഞങ്ങളുടെ ഇതിന് സാധിച്ചതല്ല, ഇവന് വ്യക്തി ജീവിക്കുവാനായിട്ട് സാഹചര്യമുണ്ടായത് ദൈവത്തിൻ്റെ കഴിവാണെന്ന് ഞാൻ ഉറച്ചു പറയുകയാണ്. കാരണം പ്രിയപ്പെട്ടവരെ, ഞാൻ ആഗസ്റ്റ് 29 10:15 നേരത്തെ ഞാൻ മരിച്ചതാണ്. രണ്ടാമത്
രണ്ടാമത് ജീവിച്ചു വന്നതാണ് ഞാൻ. ഇതിന് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഈശോയേ നന്ദി. മാതാവേ നന്ദി, മാതാവേ നന്ദി, മാതാവേ നന്ദി. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവ